ചേട്ടൻ്റെ അച്ഛൻ്റെ മരണശേഷം 1.5 വർഷം കഴിഞ്ഞാണ് ഈ വീട്ടിലേക്ക് ഞങ്ങൾ എത്തണത്. കാത്തിരിക്കാൻ ആരുമില്ലാതെ ഒഴിഞ്ഞു കിടക്കണ വീട്. തലേ ദിവസം തന്നെ തൃശ്ശൂർ എത്തി. അനിയത്തിയുടെ വീട്ടിലായിരുന്നു താമസം. ഒരു അനിയത്തിയുടെ വീട്ടിൽ നിന്ന് ലഞ്ച് കഴിച്ചു, വേറെ അനിയത്തിയുടെ വീട്ടിൽ നിന്ന് ഡിന്നർ കഴിച്ച് അവിടെ താമസിച്ച് പിറ്റേ ദിവസം ഞങ്ങൾ രാവിലെ തന്നെ താക്കോല് വാങ്ങി അവിടെ നിന്ന് പുറപ്പെട്ടു. 2 ദിവസം താമസിക്കണം, വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഇന്ന് ഞങ്ങളെ കാത്തിരിക്കാൻ ഈ വീട്ടിൽ ആരുമില്ല. സാധാരണ ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് വരുന്ന സമയത്ത് അമ്മ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമെല്ലാം കരുതി കാത്തിരിക്കുന്നുണ്ടാവും. അച്ഛൻ ഇമ്മറത്ത് തന്നെ ഉണ്ടാവും, വിശേഷങ്ങളൊക്കെ തിരക്കി. അങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു വരവ്. കുറേ നാളുകളായിട്ട് അടച്ചിട്ടിരുന്നതുകൊണ്ട് വീടും പരിസരമൊക്കെ ആകെ കാട് പിടിച്ച അവസ്ഥയിലാണ്. പിന്നെ തുടരെയുള്ള മഴയും. അനിയത്തിമാർ ഇടയ്ക്ക് വന്നിട്ട് അവർക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇവിടെ വന്ന് വൃത്തിയാക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇത്രയെങ്കിലും ഭംഗിയായിട്ട് കിടക്കുന്നത്. ഞങ്ങളങ്ങനെ വീടിനകത്തേക്ക് കയറി മെല്ലെ ക്ലീനിങ്ങിലേക്ക് കിടക്കുകയാണ്. പെട്ടെന്ന് തന്നെ 2 ദിവസമേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ ദിവസം ഞങ്ങൾ അകത്തൊക്കെയാണ് ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയാണ് മകൻ ഇവിടെ പഴയ ടൈപ്പ് റെക്കോർഡറും റേഡിയോ അതവൻ്റെ ചെറുപ്പകാലം തൊട്ടേ ഉള്ളതാണ്. അതുകൊണ്ട് അവൻ അതിൻ്റെ ഓർമ്മകളെ താലോലിച്ചുകൊണ്ട് അവിടെയൊക്കെ പൊടി തട്ടിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ ആൾക്കാർ ഒന്നിച്ച് താമസിച്ച ഒരു സ്ഥലം, ഒരു വീട് ഇന്ന് ശൂന്യമായിട്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അടുക്കളയും എല്ലാവിടെയും ഒന്ന് ക്ലീൻ ചെയ്ത് ഇന്ന് അപ്പോഴേക്കും അനിയത്തി ഭക്ഷണമെല്ലാം കൊണ്ടുവന്നു. ഉച്ചയ്ക്ക് ഞങ്ങൾ ഭക്ഷണമെല്ലാം കഴിച്ചു, ഒന്നിച്ചിരുന്ന് പഴയ ഓർമ്മകളൊക്കെ അയവിറക്കി ഭക്ഷണം കഴിച്ചു. മഴ ഒന്ന് മാറി നിന്നപ്പോൾ ഞങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങി. മുറ്റത്തെ പുല്ലെല്ലാം പറിച്ച് ക്ലീൻ ചെയ്യുകയാണ്. ചേട്ടനവിടെ മുറ്റത്തെ കാടെല്ലാം വെട്ടുന്നുണ്ട്. ആകെ മന്ത പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ അച്ഛനുണ്ടായിരുന്നപ്പോൾ ഈ വീട് മുറ്റൊന്നും എന്താ പറയുക അത്രയ്ക്കും ഭംഗിയായി കൊണ്ട് നടന്നിരുന്നതാണ്. തുളസിത്തറ ദിവസം ഉരച്ച് കഴുകി അവിടേക്ക് വൃത്തിയാക്കലും അതുമാതിരി മുറ്റം ഒരു ഇല പോലും ഇല്ലാണ്ട് അടിച്ച് ഇടലാണ് അച്ഛൻ്റെ പ്രധാനപ്പെട്ട ഒരു ജോലി. ആളത് കഴിഞ്ഞിട്ട് ചായ പോലും കുടിക്കാറുള്ളൂ. അങ്ങനെ ഉണ്ടായിരുന്ന മുറ്റം ഇങ്ങനെ അവസ്ഥയിൽ കാണുമ്പോൾ നമുക്ക് വല്ലാത്ത സങ്കടം തോന്നി. അങ്ങനെ ചേട്ടൻ അവിടെ മഴ ഒന്ന് ഒഴിഞ്ഞപ്പോൾ അവിടെ കിടക്കുന്ന തേങ്ങയെല്ലാം പറക്കി കൂട്ടി. തേങ്ങയെല്ലാം പറമ്പിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിറയെ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ കുറേ വെള്ളത്തിലും മഴവെള്ളത്തിലൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ചേട്ടൻ കുറച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് പൊതിച്ച് വെച്ചു. അപ്പോഴുണ്ട് രാമന് വളരെ ഇഷ്ടപ്പെട്ട പൊങ്ങ് കിട്ടി. അവന് വളരെ സന്തോഷമായി. ഞങ്ങൾ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അയൽവക്കത്തെ ചേച്ചി ചക്കയെല്ലാം പഴുത്ത ചക്കയെല്ലാം കരുതി വെച്ചിരുന്നു. അങ്ങനെ ചക്കയെല്ലാം കഴിച്ചു. എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ തിരിച്ച് പോകാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. മഴ നനഞ്ഞ വഴിയിലൂടെ വീടും ഗേറ്റും പൂട്ടി ആരോടും യാത്ര പറയാനില്ലാതെ ഒരു പടിയിറക്കം. പലരെയും പ്രതീക്ഷിച്ച് ഒറ്റയ്ക്കായ വീട്. ഇന്ന് നമ്മുടെ കേരളത്തിലെ പല വീടുകളുടെയും സ്ഥിതി ഇതുതന്നെയാണ്.